ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ അപ്പോൾ ഈ കഥകളിക്ക് നമുക്കൊരു മെയിൽ വേർഷനും അതുപോലെ ഒരു ഫീമെയിൽ വേർഷനും കൃഷ്ണനും രുക്മിണിയും ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. കൃഷ്ണനും രുക്മിണിയും മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മോഹിനിയാട്ടം ടീംസും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഫ്രെയിമിൽ വന്നിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ഫ്രെയിംസ് ഒക്കെ എടുക്കാനായിട്ട് നമ്മുടെ ക്യാമറ ടീം ഇവിടെ റെഡിയാണ്. നമുക്ക് ഇവരൊരൊറ്റ ഫ്രെയിം ഒന്ന് കണ്ടു നോക്കാം. ചിലങ്കയൊക്കെ കിട്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. വാ. ഇവരൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചുമ്മാ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നവരല്ല, പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആണ്. രാവിലെ എത്ര മണിക്ക് റെഡി ആയിരുന്നു? 8 മണിക്ക് റെഡി ആയിട്ട് നമ്മുടെ ബ്രൈഡിന്റെ കൂടെ പുറത്തു പോയി ഒരു ഷൂട്ട് കഴിഞ്ഞിട്ടാണ് മോഹിനിയാട്ടത്തിന്റെ എല്ലാവരും നമ്മളോടൊപ്പം തിരിച്ചു വന്നേക്കുന്നത് അല്ലേ? അതൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒന്ന് നിൽക്കുകയാണ്. അപ്പം താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം നമുക്ക് അകത്തേക്ക് പോയി നമ്മുടെ സ്റ്റേജ് ഡെക്കർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഇവിടെ പുള്ളിക്കാരിയെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ബ്രൈഡിനെ കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രഡീഷണൽ പ്ലസ് ക്ലാസിക് സ്റ്റേജിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഇന്നലെ നൈറ്റ് വന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഹോളിൻ്റെ ഒറിജിനൽ ഒരു രൂപം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ രൂപവും നമുക്കിപ്പോൾ ഉള്ളൊരു ഔട്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഒരു ഗോൾഡും അതുപോലെ തന്നെ വൈറ്റ് കളർ തീമിൽ അവരുടെ കൺസെപ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 10:30 ആണ് നമുക്ക് ചെക്കൻ്റെ സ്വീകരണ സമയം പറഞ്ഞിരിക്കുന്നത്. നമുക്കിന്ന് ലൈവ് ബാൻഡ് ഇട്ട് അപ്പോൾ അവരതിൻ്റെ സൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ സ്റ്റേജിലെ താലപ്പൊലിയും തട്ടവും ഒക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ബ്രൈഡ് ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പരിപാടിക്കുള്ള മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബ്രൈഡിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. സുന്ദരി ബ്രൈഡ് റെഡി ആയിട്ട് ഇറങ്ങിയിട്ട് 3 ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു. എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. എന്ത് തോന്നുന്നു? ശരിക്കും ആള് നാണമാണോ ടെൻഷനാണോ എന്താണെന്ന് അറിയത്തില്ല. സുന്ദരി ആയിട്ടുണ്ട്. എനിക്ക് സ്റ്റേജ് കാണണം, ചെക്കനെ കാണണം, എന്തൊക്കെയാണെന്ന് അറിയണം. നമുക്ക് നേരെ സ്റ്റേജിലേക്ക് പോവാം. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു റിവ്യൂ ഉറപ്പായിട്ടും. അപ്പോൾ ഇനി ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് നമ്മൾ ബ്രൈഡിനെ വിട്ടുകൊടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ 3 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. ഹൽദിയും റിസപ്ഷനും ഇന്ന് കല്യാണമായിട്ട് മെട്രിക്സ് ഇവന്റ്സിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്?
ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ 3 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ടൊക്കെയായിരുന്നു. മെട്രിക്സിൻ്റെ കോർഡിനേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചുരുക്കം പറഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ എല്ലാവരും മെട്രിക്സിൻ്റെ ടീം എല്ലാവരും ഒരുപോലെ നല്ല കോർഡിനേഷനോടുകൂടി വെൽ പ്ലാൻഡായിട്ട് നിങ്ങൾ ഒരു അപാകതയില്ലാതെ അതിൻ്റെ തുടക്കം മുതൽ വടംവലി മുതൽ ഇതുവരെയും ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ മാത്രമല്ല, ഫുഡ് കഴിക്കുന്ന സ്ഥലത്തായിരുന്നാലും ഇവിടെ ആയിരുന്നാലും എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഇതാരാ ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, പഴയതുപോലെയല്ല, നല്ല കോർഡിനേഷൻ, നല്ല ടീമാണ്, നല്ല ഈവൻറ്റ് മാനേജ്മെൻ്റ് ആണെന്ന് പറയുന്നു. മെട്രിക്സിനെ എന്തായാലും എല്ലാവരും പ്രൊമോട്ട് ചെയ്യും, നല്ല രീതിയിൽ തന്നെ ചെയ്യും. നല്ലൊരു ഈവൻറ്റ് തന്നെയാണ് നിങ്ങൾ കാഴ്ചവെച്ചത്. ഇനിയും നിങ്ങൾ ഇതിലും ഭംഗിയായിട്ട്, ഇതിലൊന്നും പറയാനില്ല, എന്നാലും ഇതിലും ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യണം, നല്ല പേരെടുക്കണം, നല്ലോണം ചെയ്യണം. ഓൾ ദി ബെസ്റ്റ് ഫോർ മെട്രിക്സ്. താങ്ക് യു. എൻ്റെ പ്രോഗ്രാമും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തു. തുടക്കം മുതൽ അവസാനം വരെയും ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സും നല്ല രീതിക്ക് നിങ്ങളുടെ 100% തന്നു. ഫുഡായാലും വെൽക്കം ആയാലും പിന്നെ ഡെക്കറേഷൻ ആയാലും പിന്നെന്താണ് ഓരോ ഇവൻറ്റ്സും അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ പോകാതെ എല്ലാ കോർണേഴ്സിലും നിങ്ങളുടെ കണ്ണെത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു. എന്താ പറയുക, സൂപ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. 3 ദിവസത്തെ ആഘോഷങ്ങൾ. ഇന്ന് ദേ ഇവിടെ ഇവൻ്റ് അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ രണ്ടുപേരെയും ജീവിതത്തിൽ ആഘോഷങ്ങൾ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. തോഫിക്കേട്ടാ പോണ്ടേ, ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങളിത് ടീം മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്, ഹോസ്റ്റേഴ്സ് ഉണ്ട്, നമ്മുടെ ബാൻഡ് പരിപാടി കഴിഞ്ഞു, മോഹിനിയാട്ടവും ഡാൻസേഴ്സും ഒക്കെ കഥകളിയും ഒക്കെ ഫുഡ് കഴിച്ചിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളോട് ചെന്നിട്ട് വേണം എല്ലാവർക്കും കൂടി ഒന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.